എന്നാ മാഷേ രാവിലെ നിന്നുകൊണ്ടൊരു വായന? രവിയോ, രാവിലെ ഒരു മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങിയതാ. പത്രം കിട്ടിയപ്പോ ഒന്ന് ഓടിച്ചു നോക്കിയേക്കാവെന്ന് കരുതി. ഓ, ഇന്നും യുദ്ധമായിരിക്കും വാർത്ത. അതെ അതെ, യുദ്ധം ഇപ്പൊ ഒരു വ്യാധി പോലെ പടർന്നിരിക്കുകയല്ലേ. ദിവസവും യുദ്ധത്തിന്റെ വാർത്തകളും ചിത്രങ്ങളും പത്രത്തിൽ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുകയാണ്. കഴിഞ്ഞ ദിവസം പാലസ്തീനിലെ വിശന്ന് തളർന്ന ആഹാരത്തിന് വേണ്ടി ക്യൂ നിന്ന കുട്ടികൾ കൊല്ലപ്പെട്ട വാർത്ത കണ്ടപ്പോ വലിയ ബുദ്ധിമുട്ട് തോന്നി. അല്ലേലും എല്ലാ യുദ്ധങ്ങളിലും ദുരിതങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ആണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് ഒരു യുദ്ധവും മനുഷ്യകുലത്തിന് നല്ലതല്ലെന്ന്. സകല പുരോഗതികളെ അത് പിന്നോട്ട് വലിക്കത്തേ ഉള്ളൂ. ഇതിപ്പം പ്രത്യേകിച്ചൊരു കാരണവും ഇല്ലാതെയാ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്, അല്ലേ മാഷേ? കാരണമുണ്ടല്ലോ, പരസ്പരമുള്ള ഭയം. ഇറാൻ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്രയേൽ കരുതുന്നു. അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രയേല് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇറാൻ കരുതുന്നു. ഓ, അങ്ങനെ ഒരു വശമുണ്ടല്ലേ? ആണല്ലോ. യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേരുമെന്നുള്ള ഭയം കൊണ്ടാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചത്. 3 വർഷം കഴിഞ്ഞിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റിയോ? യുദ്ധം തുടങ്ങി വെക്കാൻ എളുപ്പമാ, അവസാനിപ്പിക്കാനോ? ഉക്രൈനെ നിലംപരിശാക്കിയെന്നും തങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചെന്നുമാണ് റഷ്യയുടെ വാദം. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഒരിക്കലും യുദ്ധം പ്രശ്നപരിഹാരത്തിലുള്ള മാർഗമേ അല്ല. അത് പഴയ അവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്ക് മാത്രമാ. 2 ലോക യുദ്ധങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് യുദ്ധങ്ങൾ നടന്നില്ലേ? എന്നിട്ട് തീവ്രവാദം അവസാനിച്ചോ? അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടോ? പിറന്ന മണ്ണിൽ കൊല്ലപ്പെടുകയോ അഭയാർത്ഥികളാകുകയോ ചെയ്യുന്ന മനുഷ്യരുടെ ചരിത്രം മാത്രമേ യുദ്ധങ്ങൾ ബാക്കി വയ്ക്കുന്നുള്ളൂ. യുദ്ധത്തിൽ ആരും ജയിക്കുന്നുമില്ല, തോൽക്കുന്നുമില്ല. ദുഃഖം മാത്രമാണത് ബാക്കി വയ്ക്കുന്നത്.